ഇങ്ങനെയൊക്കെ ഒരുപാട് കുടുംബങ്ങളിൽ ഇങ്ങനെ ഈ ടൂ വീലർ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ അപകടം ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞ 2-3 വർഷം എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ നമ്പർ കൂടിക്കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് ടൂ വീലർ അപകടങ്ങളാണെന്ന് തോന്നുന്നു കേരളത്തിൽ. എനിക്ക് തോന്നുന്നു റോഡ് അപകടങ്ങൾ ഏറ്റവും അല്ലേ? ഈ സംഭവം ഞാൻ നേരിട്ട് കണ്ടില്ല. ഇതല്ല ഞാൻ അവിടെ തന്നെ വർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ നേരിട്ട് ഇൻസ്പെക്ട് ചെയ്ത ഒരു കേസാണ്. ഓ, അറിയാമോ ഈ കേസ്? അറിയാം, എനിക്ക് കൊട്ടാരക്കരയല്ലേ. ശരി, ഇതിലെന്താ സംഭവിച്ചത് ശരിക്കും? അവരറിയുന്നതായിരിക്കും. ഫേസ് ടു ഫേസ് ആയിട്ട് 2 മോട്ടോർ സൈക്കിൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഇടിച്ചതാണ്. അവിടെ 2 മോട്ടോർ ബൈക്കും അത്യാവശ്യം സ്പീഡായിരുന്നു. അവരുടെ കയ്യിൽ പെട്രോളോ അങ്ങനെ എന്തോ വാങ്ങിച്ചുകൊണ്ട് വരുന്നെന്ന് പറഞ്ഞല്ലോ, അത് സത്യമാണ്. അപ്പൊ അത് കത്തുകയും ചെയ്തു. ഈ വലിയ കൊളീഷനിൽ ഇത് കത്തുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വന്നു. ഈ 4 കുട്ടികളും ഫേസ് ടു ഫേസ് വന്ന 4 കുട്ടികൾക്കും മേജർ ഡാമേജ്. 2 പേരും മരിക്കുകയും ചെയ്തു. 2 പേർ ആ ബൈക്ക് ഓടിച്ചല്ലോ, അതിനകത്ത് ഒരാൾ മരിച്ചു. 2 പേരും മരിച്ചു. ആ ബൈക്കിൽ 2 പേരുണ്ടായിരുന്നു. അതിന് 2 പേരുണ്ടായിരുന്നു. അതിന് ഒരാൾ ഗിംസിൽ ട്രീറ്റ്മെന്റിലാണ്, ഒരാൾ NS ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ്. എല്ലാവരുടെയും സ്ഥിതി ധാരണമായിരുന്നു. പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പോലും ഈ കത്തിയത് കൊണ്ട് പെട്ടെന്ന് ആൾക്കാർക്ക് ചെന്ന് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ കുറച്ച് വിജനമായ സ്ഥലമാണ്. തീ കത്തിയത് കൊണ്ട് ആൾ അടുക്കാതിരിക്കുന്ന പ്രശ്നമല്ലോ ഉണ്ടായോ? അല്ല, എന്നാലും ഒരു 10:45 സമയമാണ് അത്. ആ സമയം അവിടെ കടകളൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വിജനമായ ഒരു സ്ഥലമാണ്. പെട്ടെന്നൊരു രക്ഷാപ്രവർത്തനമൊന്നും. പിന്നെ ഈ ആളി പടരുമ്പോൾ ആൾക്കാർക്ക് വന്ന് ഈ ചെയ്യാനായിട്ടൊരു ഭീതി ഉണ്ടാവും. ഇനി പൊട്ടി തെറിക്കുമോ എന്നൊക്കെയുള്ള ഭയം ഉണ്ടാവും. പക്ഷേ ഇവരുടെ കേസിൽ ധാരണമായി പോയി. അപ്പം തന്നെ മരണം സ്ഥിരീകരിച്ചു. പെട്ടെന്ന് തന്നെ സ്ഥിരീകരിച്ചു. 10 മിനിറ്റിനകത്ത് തന്നെ ആംബുലൻസ് വരികയും സർവീസ് കൊടുക്കുക. ജംഗ്ഷനിൽ ഏതാണ്ട് ഒരു 1-2 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വരാനും ഒക്കെ പറ്റി. ആംബുലൻസും വരാനും അതിനൊക്കെ പറ്റി. ഹ്യൂജായിട്ട് വണ്ടികൾ അത് നിരന്നു. വലിയ ക്യൂ ആയിട്ട് വണ്ടികൾ കിടന്നു. അപ്പോൾ ആംബുലൻസ് കയറി വന്ന് ചെയ്തു. പക്ഷേ ഒന്നും ആയില്ല. മറ്റേ 2 പേരെ ഇപ്പം ഏതാണ്ട് സാധാരണ നിലയിലേക്ക് വന്നെന്ന് വേണമെങ്കിൽ പറയാം. മറ്റു 2 പേര് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.